ജനുവരി 20 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഫാബിയൻ, വിശുദ്ധ ഫേഗിൻ, വിശുദ്ധ മൊളാഗ, വിശുദ്ധ മൗറൂസ്. വിശുദ്ധ സെബസ്ത്യാനോസ് 257-288 കാലഘട്ടത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ജീവിച്ചിരുന്നത്. സെബസ്ത്യാനോസിന്റെ പിതാവ് നാർബോണും അമ്മ മിലാനിലെ ഒരു സ്ത്രീയും ആയിരുന്നു. അദ്ദേഹത്തിന്റെ കുലീനമായ ജനനവും സദ്ഗുണങ്ങളും ഡയോക്ലേഷ്യന് വളരെ പ്രിയപ്പെട്ടവരാക്കി തീർത്തു. പ്രിട്ടോറിയൻ സംഘത്തിന്റെ ക്യാപ്റ്റനായിരുന്നതിനാൽ ക്രിസ്ത്യാനികൾക്ക് സഹായവും ദാനധർമ്മവും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവരുടെ വിശ്വാസം അദ്ദേഹം തന്നെ പിന്തുടർന്നു. സ്വകാര്യമാണെങ്കിലും അവരിൽ ആരെങ്കിലും പീഡകരുടെ വലിയ പീഡനങ്ങളിൽ വിറയ്ക്കുന്നതായി കണ്ടാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് അവൻ തന്റെ കടമയാക്കി. യേശുക്രിസ്തുവിന് വേണ്ടി അനേകർ തങ്ങളെ തന്നെ ആരാച്ചാർക്ക് സൗജന്യമായി സമർപ്പിക്കാൻ തക്കവിധം അവൻ അത് നന്നായി ചെയ്തു. അന്ന് ഇരട്ട സഹോദരന്മാരായ മാർക്കസും മാർസലിനൂസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഈ സഹോദരന്മാരെ സെബസ്ത്യാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി. ജയിലിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ സ്വാധീനിച്ചു. നിക്കോസ്ട്രാറ്റസിന്റെ ഊമയായിരുന്ന ഭാര്യയായ സോ എന്ന വ്യക്തിയെ അദ്ദേഹം സുഖപ്പെടുത്തി. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. മാർക്കസിന്റെയും മർസലിനൂസിന്റെയും പിതാവ് ട്രിമിലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ വാതരോഗം സുഖപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബൂർത്തിയൂസും മാനസാന്തരപ്പെട്ടു. സെബസ്ത്യാനോസിന്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഡയോക്ലേഷ്യൻ ചക്രവർത്തി വിശുദ്ധ സെബസ്ത്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരു അംഗമാക്കി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. ക്രൊമേഷ്യസും മകനും റോമായിൽ നിന്ന് പലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്ത്യാനോസിനെയും ഡോർക്വാറ്റസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. തിബൂർത്തിയൂസിന്റെ തല വെട്ടിക്കളഞ്ഞു. ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. എന്നാൽ സെബസ്ത്യാനോസ് അദ്ദേഹത്തിനെ അവജ്ഞാപൂർവ്വം തിരസ്കരിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കൂടി നടക്കുന്നത് പോലെയാണെന്ന് സെബാസ്റ്റ്യാനോസ് മറുപടി പറഞ്ഞു. പല രീതിയിലും വിശ്വാസം പിന്തിരിപ്പിക്കുവാൻ ചക്രവർത്തി പല വഴികളും പരീക്ഷിച്ചു. എന്നാൽ വാഗ്ദാനങ്ങളോ ഭീഷണികളോ ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവനെ സ്തംഭത്തിൽ കെട്ടിയിട്ട് അമ്പുകൾ ഉപയോഗിച്ച് കൊല്ലാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവൻ മരിച്ചുവെന്ന് എല്ലാവരും കരുതി. ഐറിൻ എന്ന പേരുള്ള ഒരു ഭക്തയായ സ്ത്രീ അവന്റെ മൃതദേഹം രാത്രിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവന് ജീവനോടെയുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ അവനെ പരിചരിച്ചു. അധികം താമസിയാതെ പൂർണ്ണമായി സുഖം പ്രാപിച്ച സെബസ്ത്യാനോസ് ഡയോക്ലേഷ്യന്റെ മുമ്പാകെ പോയി അവന്റെ ദുഷ്ടതയെ ധൈര്യത്തോടെ ശകാരിച്ചു. സെബാസ്റ്റ്യൻ മരിച്ചില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ആദ്യം അമ്പരന്നുപോയി. എന്നാൽ നീണ്ട വിചിത്രമായ സംഭവം രക്തസാക്ഷിയോടുള്ള മൂർച്ചയുള്ള ശാസനയും അവനെ കോപത്താൽ ജ്വലിപ്പിച്ചു. വടികൊണ്ട് ചമ്മട്ടികൊണ്ട് കൊല്ലാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവന്റെ ശരീരം ഒരു അഴുക്കുചാലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പക്ഷേ ലൂസിനയ്ക്ക് ഉറക്കത്തിൽ സെബാസ്റ്റ്യൻ നിർദ്ദേശം നൽകി. അവന്റെ ശരീരം എവിടെയാണെന്നും എവിടെയാണ് സംസ്കരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അതനുസരിച്ച് അവൾ അവനെ കാറ്റാക്കോമ്പിൽ അടക്കം ചെയ്തു. അവിടെ പിന്നീട് സെന്റ് സെബസ്റ്റ്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രശസ്തമായ പള്ളി പണിതു. മഹാരോഗങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും വിടുതൽ ലഭിക്കുകയും സൗഖ്യം ലഭിക്കുന്നതിനുമായിട്ടുള്ള രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ സെബസ്ത്യാനോസിനെ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധനായ സെബസ്ത്യാനോസെ, ഓരോ വീടുകളിലും കഴിയുന്ന മാരക രോഗങ്ങളുള്ള പകർച്ചവ്യാധികളുള്ള എല്ലാ വ്യക്തികളിലും അങ്ങയുടെ പ്രാർത്ഥനാ സഹായത്തോടുകൂടി സൗഖ്യം ലഭിക്കുവാൻ നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.